സമ്പന്നർ എങ്ങനെയാണ് സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ചിലയിടത്ത് സ്റ്റക്കായി പോകുന്നത്? ഇതൊരു വലിയ സൈക്കോളജിക്കൽ ചർച്ചയാണ്. പൊതുവിൽ എങ്ങനെയാണ് സമ്പത്ത് സൃഷ്ടിക്കേണ്ടത് എന്ന പ്രായോഗിക രീതിയാണ് നമ്മൾ സംസാരിക്കൽ. പക്ഷേ ഇന്ന് നമുക്ക് ചില മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സമ്പന്നർ എങ്ങനെയാണ് സമ്പത്തിനെ കാണുന്നത്? അവരൊരിക്കലും ദി റിച്ച് പീപ്പിൾ ഡോണ്ട് വർക്ക് ഫോർ മണി, ദേ മേക്ക് മണി വർക്ക് ഫോർ ദം. സമ്പന്നർ എപ്പോഴും പണത്തിന് വേണ്ടി വർക്ക് ചെയ്യാതെ പണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം അവർ സൃഷ്ടിച്ചിട്ടുണ്ടാകും. അതായത് അവർ ഉറങ്ങിക്കിടക്കുമ്പോഴും അവർ ആക്റ്റീവ്ലി പണിയെടുക്കാത്തപ്പോഴും അവർക്ക് ഇങ്ങോട്ട് പണമായി കിട്ടുന്ന ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ അവർ ആക്റ്റീവ്ലി പണിയെടുക്കാത്തപ്പോഴും പണം അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സംവിധാനം അവർ ചെയ്തു വച്ചിട്ടുണ്ടാകും. രണ്ടാമത്തെ പ്രധാന വ്യത്യാസം, സമ്പന്നരായ ആളുകൾ ഒരിക്കലും ഇന്ന് എന്ത് കിട്ടുന്നു, ഈ മാസം എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കാറില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, സാറേ മാസം എന്ത് കിട്ടും, 1,00,000 രൂപ ഇട്ടാൽ മാസം എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന വളരെ തെറ്റായ ഒരു പ്രവണത നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു സമ്പന്ന സൈക്കോളജിക്ക് യോജിച്ചതല്ല. കാരണം ലോങ് ടൈമിൽ നമ്മൾ പറയുകയാണ്, ഇന്ന് നിങ്ങൾ 1,00,000 രൂപ നിക്ഷേപിക്കൂ, ഏറ്റവും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ചില കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്കത് അടുത്ത 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് അത് നിങ്ങൾ സീ ദി മാജിക്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കാണൂ. ഈ പറയുന്നതിനൊരർത്ഥമുണ്ട്. അല്ലാതെ ഈ മാസം ഞാനിപ്പോൾ ഇന്ന് പൈസ ഇട്ടാൽ അടുത്ത മാസം എന്ത് കിട്ടുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ എപ്പോഴും സമ്പന്ന സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. സമ്പന്നർ ഒരിക്കലും ഉടനെ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അവർ ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഏത് മേഖലയിലായാലും ശരി. മൂന്നാമത്തെ പ്രധാന കാര്യം, അവർ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കാണുന്നവരായിരിക്കും. അവസരങ്ങൾക്കായി അവരുടെ കണ്ണുകൾ തുറന്നു വച്ചിരിക്കും. അവർ എപ്പോഴും പ്രശ്നങ്ങളിൽ മാത്രം, ഇത് കേരളമാണ്, ഇവിടെ നിക്ഷേപം പറ്റില്ല, ഇങ്ങനെ എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കില്ല. ഉള്ള സൗകര്യത്തിലും സാഹചര്യത്തിലും അവർക്ക് എന്ത് പറ്റുമോ അതവർ ചെയ്യും. അല്ലാതെ അതിനായി ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ സമീപനത്തിനെയോ ഒന്നും കുറ്റം പറയില്ല. അവർക്ക് ഇപ്പോൾ എന്ത് സാധിക്കുമോ അതങ്ങ് ചെയ്യും. എപ്പോഴും അവസരങ്ങളിലേക്ക് നോക്കുന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം സമ്പന്ന മനോഭാവമുള്ള ഒരു മനുഷ്യൻ. പിന്നെ അവർ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് വ്യത്യാസങ്ങൾ എംപ്ലോയി മൈൻഡ് സെറ്റും ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റുമാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി വാങ്ങണമെന്നാണ്. ഇപ്പോഴും ജോലി കൊടുക്കണമെന്ന് പറയുന്ന ഒരു പുതിയ സംസ്കാരം നാട്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ജോലി വാങ്ങാനല്ല, ജോലി കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ വളരണം. മറ്റൊരു കാര്യം, അവരെപ്പോഴും അത് നമ്മെ കൊണ്ട് കഴിയില്ല, നമുക്ക് അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറ്റുന്നതാണ്, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നവർ പറയില്ല. അവരെപ്പോഴും സംസാരിക്കുന്നത്, ഓക്കെ നമുക്ക് നോക്കാം, പൈസ വരട്ടെ, നമുക്ക് ചെയ്യാം. ഒരു കാറ് കണ്ടു, അതെനിക്ക് വാങ്ങാൻ കഴിയില്ല, അതൊക്കെ എന്നെപ്പോലുള്ളവർക്ക് പറ്റിയതല്ല എന്ന് ഇപ്പോഴേ തന്നെ നമുക്ക് തന്നെ ഒരു പരിധി നിശ്ചയിക്കുന്ന ഒരു മനോഭാവം അത്തരം ആളുകളിൽ ഉണ്ടാവില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ സമ്പന്നരാവാനും പോകുന്നില്ല. അതുപോലെ അവർ ഒരിക്കലും ഒരു നിശ്ചിത സമയത്തിന് വേണ്ടി ജോലി ചെയ്യുക, ഒരു 9 to 5 ജോബിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കില്ല. അവരെപ്പോഴും സമയത്തെ മറ്റുള്ളവരുടെ സമയം കൂടി വിലയ്ക്ക് വാങ്ങി അങ്ങനെ കൂടുതൽ റിസ്ക് എടുത്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് എല്ലാവർക്കും 24 അവറേ ഉള്ളൂ. പക്ഷേ അവർക്ക് എത്ര എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു എന്നതിനെ അപേക്ഷിച്ച് ഒരു ദിവസം 1,00,000 മണിക്കൂറുള്ളവരുണ്ടാകും, ഒരു ദിവസം 1,00,000 മിനിറ്റ് ജോലി ചെയ്യുന്നവരുണ്ടാകും. എങ്ങനെയാണ് കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ട്? ഇങ്ങനെ കേവലം ഒരു സമയത്തിന് വേണ്ടി ജോലി ചെയ്യുക എന്നതിലുപരി അവർക്ക് വേണ്ടി ജോലി ചെയ്യുകയും അതിലൂടെ കൂടുതൽ ആളുകളെ അവർ ഹയർ ചെയ്യുകയും, അങ്ങനെ ഒരു ദിവസം നമുക്ക് 12 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ കിട്ടുന്നതെങ്കിൽ അവർക്കത് 120 മണിക്കൂറായി ഉയരുകയും ചെയ്യുന്നു. പിന്നീട് അത് 1,200 മണിക്കൂറായി ഉയരുന്നു. ഇങ്ങനെ കൂടുതൽ സമയം പർച്ചേസ് ചെയ്ത്, കൂടുതൽ പവർ പർച്ചേസ് ചെയ്ത് അവർ വീണ്ടും സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് ഉയരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻകം പരിമിതമാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ മൈൻഡ് സെറ്റ് അത്രത്തോളം പരിമിതമാണ് എന്നാണ്. ഒരാൾക്ക് 50,000 രൂപയുടെ മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് 50,000 രൂപയുടെ മേലേക്ക് പോകാൻ കഴിയില്ല. അതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റേണ്ടത് മനോഭാവമാണ്, നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ്. ആ രീതി മാറുമ്പോൾ നമ്മിലേക്ക് വരുന്ന സമ്പത്തിൻ്റെ വലിപ്പവും മാറും. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്മാർട്ടായി സമ്പത്ത് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമ്പന്നർ വെൽത്ത് ബിൽഡ് ചെയ്യും പോലെ
ദീർഘകാലത്തേക്ക് വെൽത്ത് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കണക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.